അപ്പോൾ ഈ നോമ്പ് കാലത്ത് ദൈവമക്കൾ എന്ന വെളിപ്പേരിനകത്തേക്ക് നമ്മുടെ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ഇരിപ്പിടം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതിനകത്ത് ഇരുന്നുകൊണ്ട് ഈ മഹത്തായ ദർശനങ്ങളെ മുറുകെ പിടിച്ച് കുറച്ച് സീരിയസ് ആയി ആത്മീയ ജീവിതത്തെ കാണാൻ, അതായത് കഥ പറഞ്ഞു പോകുന്ന, പാട്ടുപാടി പോകുന്ന, അല്ലെങ്കിൽ ചിരിച്ചു പറഞ്ഞ് കുറെ നിങ്ങളെ നർമ്മത്തിലാക്കുന്ന വിധമുള്ള ഒരു സുവിശേഷ വ്യാഖ്യാനം എനിക്ക് പറയാൻ ഇല്ല. കാരണം നോമ്പ് കാലമാണിത്. സീരിയസ് ആയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കണം, അവന്റെ സഹനത്തെ കുറിച്ച് ചിന്തിക്കണം, അവന്റെ അപമാനത്തെ കുറിച്ച് ചിന്തിക്കണം, അവനെ അടി കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കണം. അവൻ കെട്ടപ്പെട്ടവനായി പീലാത്തോസിന്റെ മുറ്റത്ത്, ഹേരോദാവിന്റെ മുറ്റത്ത്, അന്നയുടെയും കയ്യാപ്പായുടെയും അരമനകളിൽ നിന്ദിക്കപ്പെട്ടവനായി നിന്നതിന്റെ അർത്ഥത്തെ കുറിച്ച് ഈ ജനത ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അവൻ പല പ്രാവശ്യം കാൽവരി മലയിലേക്കുള്ള യാത്രയിൽ വീണിട്ടുണ്ട്, മുഖം അടിച്ച്. അവിടെ കരുണ തോന്നാത്ത മനുഷ്യ അവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് അടിച്ചിട്ട് നടക്കാൻ പറഞ്ഞ് അതിൽ ക്രൂരമായിട്ട് അവനെ കൊണ്ടുപോയത് അറിയണം, സംസാരിക്കണം, ചർച്ച ചെയ്യണം. നമ്മൾ എത്ര കാലമായി വിവിധ തരം രീതി നമ്മൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു. യേശു ക്രിസ്തു എവിടേക്കോ അന്യം നിന്ന് പോവുകയാണ്. നമുക്ക് യേശു ക്രിസ്തു എവിടേക്കോ മറന്നു പോകുന്ന ഒരു ശീലമായി മാറുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ നമ്മൾ ചിരിക്കും. ഒരു ആസ്വാദന കലയായി ഇന്ന് പ്രസംഗ വേദികൾ മാറുമ്പോൾ നമ്മൾക്ക് നർമ്മം കേൾക്കുമ്പോൾ ചിരി വരും, ഇഷ്ടങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആസ്വദിക്കും. ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിന്റെ സഹനം. അത് സ്വീകരിക്കാൻ അല്പസമയമെടുക്കും, പക്ഷെ സ്വീകരിച്ചേ മതിയാവൂ. യേശു ക്രിസ്തു ലോകരക്ഷകനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാനാണ് ലോകത്തിന്റെ പുനരുത്ഥാനം, എന്നിലൂടെയുള്ളൂ നിത്യജീവൻ ലഭിക്കത്തുള്ളൂ. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ മാത്രമേ യഥാർത്ഥ രക്ഷയുള്ളൂവെന്ന് ഒരിക്കലായി പഠിപ്പിച്ചവന്റെ അതേ സ്വഭാവങ്ങളെ പകർത്തി ആടുവാനാണ് ഈ മനുഷ്യരൂപം നമുക്ക് തന്ന് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സക്കായിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. എരിഹോവില് ഒരു ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന സക്കായി ഒരു സുപ്രഭാതത്തിൽ കേൾക്കുകയാണ്, യേശു ക്രിസ്തു വരുന്നു എരിഹോവിലേക്ക്. അതിനെ കുറിച്ച് ഇപ്പൊ കുറെ നാളെ കേൾക്കുന്നുണ്ട്. വലിയ പ്രബോധകനാണ്, പ്രഭാഷകനാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, അനുഗ്രഹപരമായ ഒരുപാട് അവസരങ്ങൾ ആ നാട്ടിൽ കാണുന്നു, കേൾക്കുന്നു. കേട്ടു അവനെ കാണാൻ വല്ലാതെ കൊതിച്ചിരുന്നപ്പോഴാണ് സക്കായിയുടെ ചെവി ഇതാ യേശു ക്രിസ്തു വരുന്നു എന്ന് കേൾക്കുന്നത്. വല്ലാത്ത സന്തോഷം സക്കായിക്ക് തോന്നുകയാണ്. സക്കായി എന്ത് ചെയ്തു? തീരുമാനമെടുത്തു. എന്താണ്? എനിക്ക് യേശു ക്രിസ്തുവിനെ കാണണം. ഒരു നല്ല വിശ്വാസ തീരുമാനമാണ്. എനിക്ക് യേശു ക്രിസ്തുവിനെ കാണണം. തീരുമാനമൊക്കെ നന്നായിരുന്നു, പക്ഷേ ചിന്തിച്ചപ്പോഴെന്താ, ഒരു വലിയ കൂട്ടം വരികയാണ്. ഒരു വലിയ കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാവരും ഒരേ പൊക്കമുള്ളവരും സുന്ദര രൂപങ്ങളുമായി ഇവരെല്ലാവരും നടന്നു വരുമ്പോൾ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഈ പൊക്കം കുറഞ്ഞ മനുഷ്യൻ അവന്റെ കുറവിലേക്ക് തിരിഞ്ഞു നോക്കുക. അയ്യോ, യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ള എന്റെ ഉള്ളിലെ ആഗ്രഹം എനിക്കുണ്ടെങ്കിലും എനിക്ക് നോക്കാൻ പറ്റാത്ത വിധമുള്ളൊരു കുറവ് എനിക്കുണ്ട്. ക്രിസ്തുവിനെ കാണണമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടെങ്കിലും അവനെ കാണാൻ പറ്റാത്ത വിധമുള്ള തടസ്സം, ഒരു കുറവ്, ഒരു പരിമിതി എന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ ക്രിസ്തുവിനെ ഞാൻ കാണണമെങ്കിൽ ഇന്ന് വരെ ഞാൻ കാണിക്കാത്ത, ഞാൻ ശീലിക്കാത്ത ഒരു രീതി അവിടെ ക്രിയേറ്റ് ചെയ്ത് മതിയാവൂ എന്ന് അയാൾ തീരുമാനിക്കുക. ഒന്ന്, യേശു ക്രിസ്തു എന്നെ കടന്നു പോകുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു എന്നെ അറിയാതെ പോകുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു എന്നെ മറന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് യേശുവിനെ കാണണം. ആ മനുഷ്യൻ മുമ്പോട്ട് ഓടി ആധ്യാത്മിക ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കാണാനുള്ള ഭക്തരുടെ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ പറയുന്നത്. കയറി അവിടെ ഇരുന്ന് തമ്പുരാൻ കർത്താവ് വരുന്ന വഴിയെ കാത്തിരുന്നപ്പോൾ ഇന്നലെ വരെ, ഈ നിമിഷം വരെ എരിഹോവിനപ്പുറത്തേക്ക് ഒരു ആഗ്രഹമില്ലാത്ത മനുഷ്യൻ യേശു ക്രിസ്തു വന്ന് പേര് ചൊല്ലി വിളിച്ച് പറയുകയാണ്, ഇവൻ അബ്രഹാമിന്റെ മകൻ. അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി അവനെ അനുഗ്രഹിക്കുന്ന യുദ്ധം നമുക്കൊപ്പം നടന്നാൽ എനിക്ക് യേശു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുകയില്ല. എനിക്ക് യേശു ക്രിസ്തുവിനെ അറിയണമെങ്കിൽ നിരവധി മാർഗങ്ങളുണ്ട് നമ്മുടെ വ്യക്തി രക്ഷയ്ക്ക് വേണ്ടി.
ഒരിക്കലായി കർത്താവ് മരിച്ചതുകൊണ്ട് നിത്യതയും നിത്യരാജ്യവും നമുക്ക് ഉറപ്പാണ്. പക്ഷെ വിശുദ്ധിയിൽ അധിഷ്ഠിതമായ സഭാ ജീവിതത്തിനകത്ത് നമ്മൾ ശീലിക്കേണ്ടതായ, നമ്മൾ പിന്തുടരേണ്ടതായ ചില മാർഗങ്ങളുണ്ട്. ആ മാർഗത്തിനകത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ആരാധിക്കുമ്പോഴാണ് സഭ പ്രകാശിക്കുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ എന്താ വചനം? 1 യോഹന്നാൻ 1:7 എന്താ വചനം? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ എന്താണ് ബാക്കി? നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാൻ 1:7 അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. സഭാ മക്കളാണ്. സഭയ്ക്കകത്ത് ദൈവം തമ്പുരാന്റെ കൃപകൾ നിറയപ്പെട്ട ഒരു സമൂഹം. അവന്റെ വെളിച്ചത്തില്, അവന്റെ പ്രകാശത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മകൾ ദൃഢമാകുന്നത്. അടുത്ത വചനം എന്താ? അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ഈ നോമ്പ് കാലം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന, ക്രിസ്തു കൃപയിലേക്ക് ശ്രദ്ധ വെച്ച് താല്പര്യപൂർവ്വം വർദ്ധിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിന്റെ വക്താവായി ഓരോ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറയുക, വ്യക്തിപരമായിട്ട് യേശു ക്രിസ്തുവിനെ അറിയുന്ന ഇടങ്ങളാണ് ഇനിയുള്ള 5 ആഴ്ചകളും നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ കോർണർ മീറ്റിങ്ങുകളിലും നമ്മൾ എന്തെങ്കിലും കേട്ട് വെറുതെ ബഹളം വെച്ച് പോകാനല്ല, യേശു ക്രിസ്തുവുമായി ഒരു ഹൃദയബന്ധം ഉണ്ടായിരിക്കണം. ക്രിസ്തുവുമായ ഒരു ഹൃദയബന്ധം ഉണ്ടെങ്കിൽ നമ്മളെ തണുപ്പിക്കുന്ന പരിശുദ്ധ റൂഹ, പാറകിലത്തെ റൂഹ നമ്മളെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പരിപാലിച്ച് നമ്മളെ നടത്തും. ആ ഒരു വിശുദ്ധിക്കകത്തേക്ക് നമ്മൾ ജീവിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ലഭിക്കുന്നത്.